ഞങ്ങളെ ഇന്ന് നമ്മളിവിടെ ഒരു ഔഷധ ഗ്രാമം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്നറിഞ്ഞു. അപ്പോൾ എന്താണ് നമ്മൾ ആ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇന്ന് ഔഷധങ്ങൾ പാടെ നശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഏകദേശം ഒരു 10-40 വർഷത്തോളമായിട്ട് ഈ ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായവും മറ്റൊക്കെ വന്നതോടുകൂടി ആളുകൾ സാധാരണ നമ്മളെ തൊടിയിൽ കിട്ടുന്ന കൃഷികളും മറ്റൊന്നും ഉപയോഗിക്കാതെ സാധാരണ ഔഷധങ്ങളൊക്കെ ചെടികളൊക്കെ നമുക്ക് പൊതുസ്ഥലങ്ങളിൽ നമ്മൾ പബ്ലിക് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഫാസ്റ്റ് ഫുഡിലേക്ക് ആകർഷിച്ച് അങ്ങനെ രോഗങ്ങളും മറ്റൊക്കെ വർദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോൾ വരുന്നൊരു 10-40 വർഷങ്ങൾക്ക് ശേഷം വരുന്ന തലമുറകൾക്കൊന്നും ഇത്തരം ഔഷധങ്ങളോ ഇത്തരം പച്ചക്കറികളോ ഒന്നും അതിൻ്റെ എന്താണ് അതിൻ്റെ ഉപയോഗമെന്നോ അതെന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് വളർന്നു വരുന്ന തലമുറകൾക്ക് ബോധവൽക്കരിക്കുകയും നിലവിലുള്ള ആളുകൾക്കത് മനസ്സിലാക്കി കൊടുത്ത് വരും തലമുറകളെ പഠിപ്പിച്ചു കൊടുക്കുക. ഇതിന്നതാണ്. ഉദാഹരണത്തിന് തവര, അതുപോലെ ചെറുവിള, ഇതൊക്കെ ഔഷധ ഗുണങ്ങളുള്ള ചെടികളാണ്. അത് നമുക്ക് ഭക്ഷ്യവസ്തുവായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നത്. പൂർവികരൊക്കെ നന്നായി ഉപയോഗിച്ചിരുന്ന ഒരു ചെടികളാണത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നശിപ്പിച്ച് കളയാതെ നിലനിർത്തിക്കൊണ്ടുവരിക. അപ്പോൾ നമ്മളെപ്പോലുള്ള ഈ മരുന്ന് ഉണ്ടാക്കുന്ന ആളുകൾക്ക് അത്തരം ഔഷധങ്ങൾ ഉൾപ്പെട്ടുള്ള ചെടികൾ നിലവിലുണ്ടെങ്കിൽ, ലഭ്യമാണെങ്കിൽ നമുക്ക് ഈ ഔഷധങ്ങൾ നിർമ്മാണത്തിന് വിശ്വാസയോഗ്യമായ മരുന്ന് ഉപയോഗിച്ച് വിശ്വാസയോഗ്യമായ രീതിയിൽ രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൊരു പ്രത്യേകത അതിനുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു ഔഷധ ഗ്രാമം പദ്ധതി കൊണ്ട് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇത് വളരെ നല്ലൊരു ആശയമാണ് അല്ലെ? ഇപ്പം നമ്മളെ വീടുകളിലൊക്കെ തൊടികളിലൊക്കെ കിടക്കുന്ന സസ്യങ്ങൾ പലപ്പോഴും പല കളയായിട്ട് നമ്മൾ പറിച്ച് കളയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതിലൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എന്നുള്ളത് പുതിയ തലമുറക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പറഞ്ഞ പോലെ അത് വംശനാശം സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന പലതിനെയും നമ്മൾ ഇന്ന് അത് ഒരു വരുമാന മാർഗം കൂടെ ആക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇവിടെ നിന്നൊരു ഹൈലൈറ്റ് ചെയ്യപ്പെട്ട കാര്യം അല്ലെ? നാട്ടിലുള്ള ജനങ്ങൾക്ക് നമ്മളെ തൊടിയിലുള്ള ഔഷധ സസ്യത്തിനെ ഒരുമിച്ച് കൂട്ടി അതിനെ ഇവര് ഏറ്റെടുത്ത് നിങ്ങൾക്കൊരു വരുമാനം കൂടെ എത്തിക്കുന്നതിന് ഈ ഒരു പ്രോഗ്രാമോട് ഉദ്ദേശിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിവിടുന്ന് ഇപ്പം ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് കുറച്ച് ഔഷധങ്ങൾ, നമുക്ക് ലഭ്യമായ കുറച്ച് ഔഷധ ചെടികൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതിൽ ഭക്ഷ്യയോഗ്യമായതും ഔഷധത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുമൊക്കെ ആയ ചെടികളുണ്ട്. ഈ ചെടികൾ അവരുടെ വീടുകളിൽ കൊണ്ടുപോയി അവർ വീടിൻ്റെ അടുത്തും അതുപോലെ ടെറസിൻ്റെ മുകളിലും അതുപോലെ തൊടികൾ ഒഴിഞ്ഞുള്ളവർക്ക് അവർക്ക് അവിടങ്ങളിലൊക്കെ വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പാടം അതുപോലെ ഒഴിഞ്ഞ പറമ്പുകളിലൊക്കെ നല്ല നല്ല ഔഷധ ചെടികൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ചെറുവിള ആവട്ടെ, കിയാർനെല്ലി ആവട്ടെ, കഞ്ഞുണ്ണി ആവട്ടെ, ഇതൊക്കെ അവിടെ തന്നെ വളരാനുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ വിഷം അടിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ കളകളൊക്കെ നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. വിഷം അടിച്ച് കളയാം. അപ്പോൾ അതുകൊണ്ട് കുറുന്തോട്ടി ഇത്തരം വസ്തുക്കളൊന്നും അത് വളർച്ചയിൽ തന്നെ അത് നശിച്ചു പോകുന്നത് കൊണ്ട് പിന്നീട് അത് പുഷ്പിച്ച് പടരാൻ അവസരം അതൊരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനവിടെ സംരക്ഷിക്കാൻ ഉള്ളൊരു താല്പര്യം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് നമ്മളവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഞ്ഞുണ്ണി വെറുതെ ഉണ്ടാകുന്ന സാധനമാണ്. പക്ഷെ അത് നമ്മൾ ഈ മരുന്നടിച്ച് നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വളരാനോ അത് വംശനാശം സംഭവിച്ചു പോകാം. തവര അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രദേശത്തൊന്നും തവര ആർക്കും അറിയില്ല, കാണാനില്ല. പണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നൊരു സാധനമാണ്. അപ്പോൾ അത് അവിടെ നിലനിർത്തുക, അതിനെ സംരക്ഷിക്കുക. ഇതൊരു ഉപകാരമുള്ള വസ്തുവാണ്, ഇതിനെ നശിപ്പിക്കേണ്ട, ഇതിൻ്റെ തലമുറകൾക്ക് ഉപകാരപ്പെടും, അതിന് വിലയുണ്ട് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ ബോധ്യപ്പെടുത്തി അത് സംരക്ഷിച്ച് വരുമ്പോൾ നമുക്കിവിടെ മരുന്നുണ്ടാക്കാൻ ആവശ്യം വരുന്ന സമയത്ത് കഞ്ഞുണ്ണി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ പാലക്കാടോ തമിഴ്നാട്ടിലോ പോയിട്ടാണ് കൊണ്ടുവരുന്നത്. ഭാവിയിൽ ഈ പോക്ക് പോയാൽ അവിടങ്ങളിലും ഇതില്ലാതെ പോകും. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ അതിനെ നിലനിർത്താനുള്ള ഒരു ബോധവൽക്കരണം ആണ് ഇതിൽ പ്രധാനമായിട്ട് നാം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ഒരു രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള മരുന്ന് ഇവിടെ കിട്ടും. ആ മരുന്ന് കൊണ്ട് നമുക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ മരുന്ന് നിർമ്മിച്ച് നമ്മുടെ രോഗികൾക്കും നമ്മളിൽ നിന്ന് മരുന്ന് വാങ്ങുന്നവർക്കൊക്കെ ഒറിജിനലായിട്ടുള്ള മരുന്ന് കൊടുത്തുകൊണ്ട് അവരുടെ രോഗം സുഖപ്പെടുത്താൻ പറ്റും. ഇന്നിപ്പോൾ ഉള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ കെമിക്കലൈസ്ഡ് മെഡിസിൻസ് ആണെന്ന് കൂടുതലും വരുന്നത്. അത് ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടു കൂടിയാണ് ഈ കെമിക്കലൈസ്ഡ് മെഡിസിൻ ഇവിടെ പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ അതിൻ്റെ കെട്ടും മറ്റും സൗന്ദര്യവും ഒക്കെ കാണുമ്പോൾ ഇത് കുത്തിയും പിടിച്ചും അരിഞ്ഞും അമ്മിയിൽ അരച്ചൊക്കെ ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് പലരും അതൊരു പഴഞ്ചനാക്കി കണ്ട് പുതിയ പാരസിറ്റാമോൾ പോലത്തെ മരുന്നിലേക്ക് ആകൃഷ്ടരായി. അങ്ങനെ ഈ പാരസിറ്റാമോൾ പോലത്തെ കാര്യങ്ങൾ പെട്ടെന്ന് ആക്ഷൻ കിട്ടും.
അപ്പോൾ അത് തിരക്കിടില്ല എന്നുള്ളൊരു അന്ധവിശ്വാസം, അതിലാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ആളുകൾ ജനിക്കുകയും അതിൽ കൂടുതൽ ആകർഷകരാകുകയും ചെയ്യുന്ന ഒരവസ്ഥ. പാരസിറ്റാമോളിനെ ഞാൻ അടച്ചാക്ഷേപിക്കില്ല. ഇന്നത്തെ ആധുനിക യുഗത്തിൽ അതെല്ലാം നമുക്ക് ആവശ്യമാണ്. എൻ്റെ മക്കളും പിന്നെ അലോപ്പതി ഡോക്ടർമാരായിട്ടുണ്ട്. പക്ഷേ ആയുർവേദത്തിന് അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. കാരണം ഒന്നാമത് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മൾ പരമാവധി ഇത്തരം പിന്നെ പ്രകൃതിദത്തമായ ചികിത്സാ രീതികൾ, പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങൾ, ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ മടങ്ങണം എന്നാണ് ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം, പ്രധാനമായിട്ട് കൊടുക്കുന്ന സന്ദേശം. തീർച്ചയായിട്ടും വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സന്ദേശമാണ്. നമുക്കറിയാം ഇന്ന് ജനങ്ങൾ ധൃതി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരക്ക് പിടിച്ച് ഓടുന്ന കാലത്ത് എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ എന്നുള്ളതിലേക്കാണ് നമ്മുടെ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളുടെ ആരോഗ്യത്തിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വേറൊരു വാസ്തവമാണ്. അപ്പം ഈ ധൃതി പിടിച്ച യുഗത്തിൽ പാരമ്പര്യത്തിനെ മറന്നുകൊണ്ട് നമ്മൾ മറ്റ് വിഷമൂല്യങ്ങളുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ന് ഒരു വീട്ടിൽ ഒരാളെങ്കിലും രോഗിയായിട്ട് ഇല്ലാതിരിക്കില്ല. അത്രമാത്രം നമ്മളുടെ സമൂഹത്തിൻ്റെ ആരോഗ്യനില താഴെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ പാരമ്പര്യം ജനിക്കുന്നത്. പാരമ്പര്യം മാത്രമല്ല, പാരമ്പര്യത്തിൻ്റെ കൂടെ പുതിയ ആധുനിക മെഡിസിൻസിൻ്റെ ആധുനിക ഡെവലപ്മെൻറ്റ് കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിലൂടെയാണ് ഇവിടെ ഈ ഒരു സൊല്യൂഷൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അത് ഏറ്റവും എളുപ്പമാർന്ന രൂപത്തിൽ നിങ്ങളത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യമുള്ളൊരു ജനതയെ സൃഷ്ടിക്കുക. അതും പാരമ്പര്യത്തിന് കൂട്ടുപിടിച്ചിട്ട് വിഷമില്ലാത്ത നിത്യജീവിതത്തിൽ നല്ല ഭക്ഷണങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതിലൂടെ തന്നെ നമ്മുടെ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമുക്കറിയാം നമ്മുടെ പാരമ്പര്യം കടന്നു പോന്നിട്ടുള്ളത് ആ ഒരു സിസ്റ്റത്തിലൂടെയാണ്. അവിടുന്ന് ഇന്ന് ആധുനിക യുഗത്തിൽ ഇതൊക്കെ വംശനാശം സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സസ്യങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ശീലങ്ങളും എല്ലാം മാറി ഒരു പുതിയ മോഡേൺ യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തനതായ ഒരു സ്റ്റൈല് നിലനിർത്തുന്നതിനപ്പുറത്തേക്ക് നമ്മളിങ്ങനെ ഓടുകയാണ് അല്ലെ, ആർക്കോ വേണ്ടി ഓടുകയാണ്. പക്ഷെ ഓടി അവസാനം എത്തുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് തീർച്ചയായും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയായിരിക്കും. അവിടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പാരമ്പര്യത്തിനെ നമ്മളെ വീടുകളിലുള്ള സസ്യങ്ങളെയൊക്കെ വിഷയില്ലാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങളും മരുന്നൊക്കെ കണ്ടെത്തി അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇവിടെ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതും ഒരു വരുമാനത്തിലൂടെ നിങ്ങൾക്കും ഇതിന്റെ ഒരു ഭാഗമാവാനുള്ള അവസരമാണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇവിടെ നിന്ന് ഔഷധ ഗ്രാമം, അതുപോലെ തന്നെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അല്ലെ, ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ്. അപ്പൊ ഇതിന്റെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഐ തിങ്ക് ഈ ലോഗോ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു അല്ലെ. നമ്മൾ ലോഗോ ലോഞ്ച് ചെയ്തത് കഴിഞ്ഞ 17-ാം തീയതിയാണ്. പണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ കുടുംബങ്ങളാണ്, മക്കളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാരണം നമ്മൾ പരമ്പര വരുന്നത് തന്നെ പണക്കാട് കുടുംബത്തിലാണ്. പണക്കാട് കുടുംബമൊക്കെ ആയുർവേദവും മറ്റ് ചികിത്സ ആത്മീയവുമൊക്കെ ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളാണ്. രാഷ്ട്രീയവും ധാരാളമുണ്ട്, പ്രത്യേകിച്ച് ആ ഒരു പിതാവിൻ്റെ കുടുംബങ്ങൾ ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ വിളിച്ചിട്ട് നമ്മുടെ ലോഗോ ഒന്ന് ലോഞ്ച് ചെയ്യിപ്പിക്കുക എന്നുള്ള നിലക്കാണ് അദ്ദേഹത്തെ വിളിച്ച് ലോഞ്ച് ചെയ്യിപ്പിച്ചത്. ഈ ലോഗോ ലോഞ്ചിങ് നമ്മുടെ ഈ സ്ഥാപനത്തിന് ആദ്യം ഒരു ലോഗോ ഉണ്ടായിരുന്നു, അത് മാറ്റി ഒരു പുതിയ ലോഞ്ചിങ്. കാരണം നമ്മൾ ഈ ആയുർവേദമാണല്ലോ, അപ്പോൾ നമ്മളുടെ തന്നെ ഒരു ഫോട്ടോ ആയിക്കോട്ടെ എന്നുള്ള പല ആളുകളുടെയും ഒരു അഭിപ്രായം വന്നപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ആശയം ഉദിച്ചത്. കാരണം ആളുകൾക്ക് നമ്മൾ ആ ഒരു പാരമ്പര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഇനി തലമുറകളും ആ ഒരു പാരമ്പര്യത്തിലേക്ക് തന്നെ വരട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അതിലുണ്ട്. കാരണം നമ്മൾ പൂർവികമായിട്ട് പാരമ്പര്യ ചികിത്സയുമായിട്ട് വരുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആധുനിക രീതിയിൽ നമ്മളിതിനെ കൊണ്ടുവന്ന് വളർത്തുമ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരു ബ്രാൻഡിങ് എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു ലോഗോ സംവിധാനിച്ചതും അത് അദ്ദേഹത്തെ കൊണ്ട് അതിനാവട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഔഷധ ഗ്രാമം പദ്ധതിയൊക്കെ. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനൊരു ആയുർവേദ ചികിത്സകളും അതിനുള്ള മരുന്നുകളും ഒക്കെ ആയപ്പോൾ ഇവിടെ പുഴക്കാട്ടിരി ഒരു ഔഷധ ഗ്രാമം എന്ന രൂപത്തിൽ തന്നെ നമ്മൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പുഴക്കാട്ടിരി ഔഷധ ഗ്രാമം ആ ഒരു പേരിലാണ് ഈ ഒരു സംരംഭം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നന്നായിട്ടുണ്ട് ലോഗോ ഒക്കെ. അപ്പൊ ഇതില് പാണക്കാടിന്റെ പാരമ്പര്യത്തിനെ മുറുകെ പിടിച്ചിട്ടാണ് MKS റിസർച്ച് സെന്റർ ഇവിടെ പുഴക്കാട്ടിരിയിൽ 70ഓളം വർഷത്തോളമായി ഇവിടെ ഒരു പാരമ്പര്യം നിലനിന്ന് പോകുന്നു.
അപ്പം ആ ഒരു പഴയ തലമുറയെ അതിൻ്റെ ആ ഒരു മൂല്യത്തിനെ വാല്യൂവിനെ മുറുകെ പിടിച്ചു പോകുന്നതുകൊണ്ടായിരിക്കാം ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇത് ഇവിടെ നിന്ന് പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വിഷ് യു ഓൾ ദ ബെസ്റ്റ് നിങ്ങളുടെ ഈ ഒരു പുതിയ സംരംഭത്തിനും ഇനി വരാനിരിക്കുന്ന എല്ലാ സംരംഭങ്ങൾക്കും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.